ഈ ഒരു പ്ലേറ്റിലോട്ട് നോക്ക് ചീര കൊണ്ടിട്ട് ഒരു ആറാട്ടെന്നൊക്കെ പറയൂലേ എന്താ മാതിരിയായിട്ടാ. ചീര തോരനുണ്ട്, ചീര പരിപ്പ് ഒരു കറിയുണ്ട്, പിന്നെ ഒരു ഭംഗിക്ക് ഒരു പപ്പടവും പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചീര പരിപ്പ് കോമ്പിനേഷൻ ആ ഒരു കറിയാട്ടാ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് പരിപ്പ് അത് നന്നായി കഴുകിയെടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്ത ചീരൻ്റെ തണ്ടാണ് കേട്ടോ, അതൊരു 1/4 കപ്പോളം ഉണ്ട്. പിന്നെ എരിവിനുള്ള പച്ചമുളക്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടേ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഇതൊരു 1/4 അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരൻ്റെ ഇലയാട്ട ചേർത്ത് കൊടുക്കാൻ പോണത്. ഇതങ്ങനെ പൊടിയായിട്ട് അരിയണമെന്നൊന്നുമില്ല, ഇച്ചിരി വലിയ കഷ്ണമാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കുമ്പോൾ തന്നെ ചീരൻ്റെ ഇലയൊക്കെ നല്ലോണം അങ്ങോട്ട് വേവുന്നേ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഒരു തേങ്ങൻ്റെ അരപ്പ് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ, ഒരു 5-6 ചെറിയുള്ളി, ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചിട്ട് ഈ അരപ്പ് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അരയണം എന്നൊന്നുമില്ല കേട്ടോ, ഇച്ചിരി തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ ഈ ഒരു അരപ്പുണ്ടല്ലോ കറിയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ചൂടാക്കി എടുത്താൽ മതിട്ടാ, അങ്ങോട്ട് ഒരുപാട് തിളച്ചൊന്നും വരൊന്നും വേണ്ട. ഇനി വേറൊരു പാനിലെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകും പറ്റൽമുളകും കൂടെ നന്നായിട്ട് അങ്ങോട്ട് പൊട്ടിച്ച് നമ്മളെ കറിയിലോട്ട് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യല്ലേ. അപ്പോൾ നല്ല ചൂട് ചോറും പിന്നെ നമ്മുടെ ചീരത്തോരനും ചീര പരിപ്പ് കറിയും ഒരു പപ്പടവും. ഈ ഒരു പ്ലേറ്റിൻ്റെ സൈഡിലായിട്ടേ ഒരു മീൻ കഷ്ണം പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ അങ്ങോട്ട് സൂപ്പർ ആയാലേ. അപ്പം അതില്ലെങ്കിൽ നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ ചീര ഇരിക്കണം, നല്ല ഫ്രഷ് ചീര.